ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോമൺ ഹെൽത്ത് ഇഷ്യൂസ് ഓഫ് വുമൺ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലേഡീസിന് കോമൺ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരാറുണ്ട്. ഹോർമോൺ ചേഞ്ചസ് ആവാം, PCOS, തൈറോയിഡ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ സർവ്വസാധാരണമാണ്. ഇതിനെ കുറിച്ചിട്ട് പലപ്പോഴും ശരിയായ അറിവും ജാഗ്രതയും ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം നന്നായി സൂക്ഷിക്കാൻ കഴിയും. സോ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടർ ദർശന പ്രശാന്ത് മാം ആണ്. മാം ഒരു ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ്, കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം NSDS ട്രെയിനർ കൂടിയാണ്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഇന്ന് ലേഡീസ് നേരിടുന്ന നോർമൽ ഹെൽത്ത് ഇഷ്യൂസ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അത് തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. സോ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലെത്തി എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ദർശന മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat ma'am, for the wonderful introduction of mine. First of all, ഞാൻ ഫൈസൽ സാറിനോട് താങ്ക് യു പറയാണ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. Even I have done 2 courses in വിൻബിൾ അക്കാഡമി. ഞാൻ ബ്രെയിൻ ജിം ചെയ്തിരുന്നു, പിന്നെ ജെറിയാട്രിക് കൗൺസിലിംഗ് ചെയ്തിരുന്നു. വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നോളജ് എവിടെ കിട്ടിയാലും നമ്മൾ ഒരിക്കലും വിടാതെ നമ്മൾ കൂട്ടിപ്പിടിക്കുക. അതുപോലെ വിൻബിൾ അക്കാഡമി എല്ലാവരും ഇതുപോലെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ നമുക്കറിയാം, വുമൻസ് ഡേ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഒക്കെ ക്ലാസ് ഒക്കെ കേട്ടായിരുന്നോ? റിപ്ലൈ ഒന്നുമില്ലേ? ഓഡിബിൾ അല്ല ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ട് മാഡം. ഈ ബട്ടൺ പോയത് പിന്നെ കയ്യാൻ സമയം. ഓക്കെ, അപ്പം ആരുടെയൊക്കെ വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് ഒക്കെ കേട്ടായിരുന്നോ ആരെങ്കിലും ഒക്കെ? നോ റിപ്ലൈ. ഇല്ല, വുമൻസ് ഡേ അല്ല, മെൻ ഡേ ആണെങ്കിൽ ഞങ്ങൾ കേൾക്കുള്ളൂ, വുമൻസ് ഡേ കേൾക്കും. ഓക്കെ, കണ്ടോ, വുമൻസ് ആരും റിപ്ലൈ തരുന്നില്ല, മോശമാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ PPT ഷെയർ ചെയ്യട്ടെ. നല്ലൊരു ഓഡിയൻസ് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് എങ്ങനെയാ മുന്നോട്ട് പോവാ? ഇപ്പൊ വളരെ ക്ലിയർ ആണ്, സ്ക്രീൻ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ മാഡം. താങ്ക് യു. വെൽക്കം. ഞാൻ ഡോക്ടർ ദർശന. ഞാനൊരു ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ്. അത് മാത്രമല്ല, ഞാനൊരു ട്രെയിനറാണ്. ഞാൻ കൊച്ചിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ സ്ത്രീകളിലെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഓക്കെ, ഇപ്പം ഒരു ഈ നമ്മള് പൊതുവെ സ്ത്രീകളിൽ കുറച്ച് അസുഖങ്ങൾ കൂടുതൽ കാണുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചധികം മൾട്ടി റോൾസ് ഹാൻഡ്ലിങ് ആണ്. പ്രൊഫഷണൽ ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, കുട്ടികളുടെ കാര്യങ്ങൾ കുറച്ച് ഒരു മൾട്ടി റോൾസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇത്തിരി സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലുള്ളത് ഒരുപാട് പേര് ഈ കൗൺസിലർ, സൈക്കോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ളവരല്ലേ കൂടുതല് ഈ ഗ്രൂപ്പില്, അല്ലേ? മെന്റൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. എനിക്ക് ആർക്കെങ്കിലും ഒന്ന് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ പ്ലീസ്? അറിയാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എന്താണ് ഹെൽത്ത്? എന്താണ്, വാട്ട് ഈസ് ഹെൽത്ത്?
What is the definition of health? എന്താണ് ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? Mental, That is a mental, പറയൂ സർ. mental, physical, and spiritual well-being is called health. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. എനിക്കിങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. അപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ആൻഡ് എക്കണോമിക്കലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓവറോൾ നമ്മുടെ ഹെൽത്ത് സ്റ്റേറ്റസ് ഇസ് ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ മെന്റലി ഹെൽത്തി ആണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും? ഫോർ എക്സാമ്പിള്, നമ്മള് മെന്റലി ഹെൽത്തി ആണ് എങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് സന്തോഷിക്കാൻ തോന്നും. ഇപ്പൊ അപ്പുറത്തെ കുട്ടിക്ക് ഒരു IAS കിട്ടി, എന്റെ മോന് കിട്ടിയില്ലല്ലോ, അവളുടെ അഹങ്കാരമൊക്കെ ഇനി കാണേണ്ടി വരും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ ചിലപ്പോ ചിന്തിക്കും നല്ല കാര്യം, അവരുടെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, അവർക്ക് നന്മ വന്നല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെ ചിന്തിക്കുന്നവരുടെ ആണ് ഹെൽത്തി മൈൻഡ് എന്ന് പറയാ? സെക്കൻഡ് എന്തോ second one. സെക്കൻഡ് വൺ അല്ലെ? അപ്പൊ നമ്മള് ചില കാര്യങ്ങള് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാം. ഒരു കാര്യം കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അതുപോലെ ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് ഐഡിയ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഹെൽത്തി ആണെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതല്ല, ഇത് പറഞ്ഞതൊന്നും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ മൈൻഡ് പോകുന്നതെങ്കിൽ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം. ആസ് ഇഫ് വി ആർ നോട്ട് ഹെൽത്തി, എന്തൊക്കെയോ പ്രോബ്ലംസ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ കോപ്പപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ക്വാളിറ്റീസ് ഓഫ് ഹെൽത്തി മൈൻഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, കൊഹറൻസ്, ക്ലാരിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇതാണ് ക്വാളിറ്റി ഓഫ് ഹെൽത്തി മൈൻഡ്. പിന്നെ ഉള്ളത് ക്വാളിറ്റീസ് ഓഫ് ഇമോഷണൽ സ്റ്റേറ്റസ്. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആസ് ഇഫ് വുമൻസ് ദേ വിൽ ഗോ ടു കിച്ചൺ. അപ്പൊ അവിടെയുള്ള പാത്രങ്ങൾ ഉണ്ട്, അത് കഴുകി വെക്കുന്നു, അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകുന്നു, ഓഫീസിലെ വർക്ക് ചെയ്യുന്നു. നമ്മള് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ദ ഹോൾ ഡേ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എത്രമാത്രം സന്തോഷവതി ആയിരുന്നു, എത്രമാത്രം ദുഃഖം ഉണ്ടായിരുന്നു, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മൾ ഇമോഷണലി നമ്മൾ ഹാപ്പി ആണോ അല്ലയോ. ഇപ്പൊ രാവിലെ എണീറ്റു, തേങ്ങ ചിരണ്ടിക്കൊണ്ട് നമ്മ തേങ്ങ പാത്രം താഴോട്ട് പോയി, അവിടെ മുഴുവനും തേങ്ങയായി മൂടി പോയി അല്ലേ. പിന്നെ ഇനി ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ സാറിന്റെ വഴക്ക്, ബസ്സിൽ പോകുമ്പോ അതിന്റെ വഴക്ക്, മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ നോക്കിയാൽ നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കാണ്. One who have positive emotions on most of the day. അപ്പൊ നമ്മള് ഒരു പുറമെയുള്ള കാര്യങ്ങൾ നമ്മളെ മാക്സിമം എഫക്ട് ചെയ്യരുത്. ഒരു കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യാതെ, ലീവ് ചെയ്ത് മുന്നോട്ട് പോവാ. സാറില്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ മനസ്സിലോട്ട് എടുക്കരുത്. എക്സാമ്പിൾ, നമ്മളൊരു ടോയ് നമുക്ക് ഭയങ്കര ക്യൂട്ടാണെങ്കിൽ നമ്മളത് കയ്യിലെടുക്കും അല്ലെ, കയ്യിലെടുത്തത് ആസ്വദിക്കും. അതേ സമയത്ത് ഒരു മുള്ളുള്ള ഒരു പാവ അല്ലെങ്കിൽ ഒരു മുള്ളുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ എടുക്കുകയോ ആസ്വദിക്കുകയോ എന്തെങ്കിലും ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത യാതൊരു കാര്യങ്ങളും നമ്മൾ മനസ്സിലോട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ ഇമോഷണലി വീക്ക് ആവരുത്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്ത് സംഭവിച്ചാലും ഓക്കെ, ലീവ്, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, എനിക്കത് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുള്ള മാത്രം ഞാൻ എടുത്താൽ മതി എന്ന രീതിയിൽ നമ്മൾ ഇമോഷണൽ ആയിട്ട് നന്നായിട്ട് പോവാ. ഓക്കെ, കമ്പാഷൻ, ഹാപ്പി. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ ഫിസിക്കൽ ഹെൽത്ത്. എന്താണ് ഫിസിക്കൽ ഹെൽത്തിന്റെ ഒരു ക്വാളിറ്റി? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫിസിക്കലി അസുഖമൊന്നും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ. വെരി ഗുഡ്. നമ്മൾ ഫ്രീ ഓഫ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വേദനകളൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. അത് മാത്രമല്ല, ഇതൊരു വുമൺസ് ഡിസീസ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഫ്രം പെയിൻ. പിന്നെ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് റെഗുലർ ആയിട്ട് പീരിയഡ്സ് കിട്ടേണ്ടതും ഒരു ക്വാളിറ്റി ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഓക്കെ, അത് മാത്രമല്ല 6 hours ഓഫ് സ്ലീപ്പ് ദാറ്റ് ഇസ് അൺഇൻറ്ററപ്റ്റഡ്. ഒരു
ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു 6 hourly നമുക്ക് സ്ലീപ്പ് കിട്ടേണ്ടത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 3 നേരം ഭക്ഷണം കഴിക്കേണ്ടതും അതുപോലെ തന്നെ 3 നേരം അത്യാവശ്യം വിശപ്പുള്ളതും ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്തിന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ സ്റ്റൂൾ ഡെയിലി അറ്റ് വൺസ്, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫിസിക്കലോ മെന്റലോ ഇമോഷണലോ എന്തെങ്കിലും പ്രശ്നം നമ്മൾ തന്നെ ഫീൽ ചെയ്യുന്നോ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണ്, നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് എടുക്കും. അപ്പൊ നമുക്ക് മെന്റലി ആണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും എനിക്കറിയാം, ഓൾ ആർ കൗൺസിലേഴ്സ്, സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് ഓൾ. നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല മൈൻഡ് സിംറ്റം അഥവാ മെന്റൽ സിംറ്റത്തിന് ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന്. ആസ് എ ഹോമിയോപാത്ത് ഞങ്ങള് ട്രീറ്റ് ചെയ്യുന്നതും ഈ ഒരു സിംറ്റം നമ്മുടെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് വെച്ചിട്ടാണ്. നമ്മുടെ നമ്മുടെ മൈൻഡ് മെന്റൽ ക്വാളിറ്റി, നമ്മുടെ ഫിസിക്കൽ ക്വാളിറ്റി, ഒരാളുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻ കൂടി സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ സിംറ്റത്തിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് നമുക്കുണ്ട്. നെക്സ്റ്റ് ഇനി കുറച്ച് ഹെൽത്തിലോട്ട് പോകാം. ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആണ് മാം. കോമൺ ഹെൽത്ത് ഇഷ്യൂസ് ഓഫ് വുമൺ പറഞ്ഞപ്പോ എന്തൊക്കെയാണ് കോമൺ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുള്ളത് സ്ത്രീകളുടെ? പീരിയഡ്സ് ഇറഗുലർ ആയിട്ടിരിക്കുന്നത്, പിന്നെ എന്തോ അസൂയ. പിന്നെ ഓരോ ജോയിന്റിലും വേദന, കാൽമുട്ട്, കൈമുട്ട് വേദന, പിന്നെ ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചില്, ഭയങ്കര ക്ഷീണം, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു എന്തോ സാർ മാനസിക അതോ ശാരീരിക പറഞ്ഞത്? ശാരീരിക അതോ മാനസിക പറഞ്ഞത്? ഇപ്പോ ഈ പറയാൻ പോകുന്നത് മാനസികമല്ല ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. മാനസിക ഒരുപാട് പറയാൻ. ഓക്കെ. PCOD എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതെ, ഉണ്ട് മാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? PCOD, ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം, സെർവൈക്കൽ ക്യാൻസർ, ഇതിനെയൊക്കെ പറ്റിയാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഇതിന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കാം. അതാണ് നമ്മൾ നോർമൽ യൂട്രസ് അഥവാ ഗർഭാശയം. ഇതാണ് നമ്മുടെ ഗർഭാശയം. കാണുന്നുണ്ടോ പിക്ചറിലെ? പിക്ചർ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം, കാണാം. ക്ലിയർ ആണ്. ഇതാണ് നോർമൽ യൂട്രസ്. നമ്മുടെ വജൈന, നമ്മുടെ യോനി ഭാഗത്തിന്റെ ഒക്കെ കുറച്ച് മുകളിലും പൊക്കിളിന്റെ ഒക്കെ കുറച്ച് താഴെയായിട്ട് ഈ ഒരു ഭാഗത്താണ് യൂട്രസ് അഥവാ ഗർഭാശയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ മാം. അപ്പൊ ഈ യൂട്രസിന്റെ നോർമൽ സ്ട്രക്ചർ ആണ് ഇത് ഇവിടെ ഉള്ളത്. കണ്ടോ? ഫാലോപ്പിയൻ ട്യൂബ്. ഈ വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ ഇത് വൈറ്റ്? ഇതിനെയാണ് നമ്മൾ അണ്ഡാശയം അഥവാ ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ നോർമൽ ഒരു സ്ട്രക്ചർ ഓഫ് യൂട്രസ് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ എവിടെയൊക്കെയാണ് അതിന്റെ അബ്നോർമാലിറ്റി ഉള്ളതെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നോർമൽ യൂട്രസിന്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ പിക്ചർ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പൊക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അതാണ് നോർമൽ സ്ട്രക്ചർ. ഓർമ്മയുണ്ടല്ലോ? ഇത് കണ്ടോ? ഈ വെളുത്ത കുമിളകൾ പോലെ ഡോട്ട് ആയിട്ട് കാണുന്നത് കണ്ടോ? വെരി ഗുഡ്. അതായത് നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന ഓവറിയിൽ അണ്ഡാശയത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ അണ്ഡാശയത്തിലെ ഒരു വെളുത്ത കുമിളകൾ പോലെ ഇമ്മച്വർ എഗ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇതുമൂലം നമുക്ക് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം.
ഈ ഒരു PCOD മെയിൻ ആയിട്ട് കാണുന്നത് 20 to 35 അല്ലെങ്കിൽ 30 ആ ഒരു ഇയേഴ്സ് വരെയാണ് നമ്മൾ ഈ PCOD മോർ കോമൺ ആയിട്ട് കാണുന്നത്. നമ്മുടെ നോർമൽ ഇതാണ്, നോർമൽ ഓവറി ഇതാണ്. എന്ത് ചെയ്യുന്നത് കുറച്ച് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സിസ്റ്റ് ഉള്ള ഒരു ഓവറി ആയിട്ട് അത് മാറുകയാണ്. അതിനാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഇറഗുലർ ആയിട്ട് പീരീഡ് ഉണ്ടാവുന്നതാണ്. വെരി ഗുഡ്. കണ്ടിന്യൂ. ഓക്കെ, പിന്നെ അതുപോലെ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു മാം. ഇതിന്റെ കോസസ് എന്തൊക്കെയായിരിക്കാം കാരണങ്ങള്? Can anyone guess? എന്തൊക്കെയായിരിക്കാം കാരണങ്ങള് ഈ PCOD ഉണ്ടാവുന്നതിന്റെ കാരണങ്ങള്? ഐ തിങ്ക് ദിസ് ഇസ് വെരി കോമൺ ഡിസീസ് PCOD. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ആലോചിച്ച് നോക്ക് എന്തായിരിക്കും കാരണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൗമാരക്കാരെ. മാം ഇതിലെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ. സ്ട്രെസ് വലിയൊരു കാരണമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ മാം, താങ്ക് യു മാം. ഒന്ന് അതുപോലെ ഭക്ഷണശൈലി അതാണ് ഏറ്റവും താങ്ക് യു സർ. സാർ പറഞ്ഞത് മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മുടെ ഫുഡ് സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്, ഇത് കാണുന്ന ഒരുമാതിരി ടീനേജ് അഡോളസൻസ് കുട്ടികളിലാണ് ഇത് കാണുന്നത്. ടീനേജ് എന്ന് പറയാം, അഡോളസൻസ് പറയാൻ പറ്റില്ല, അത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണ്, അവരല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഡോളസൻസിലാണ് ഇത് കാണുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ സാറും മാം ഒക്കെ പറഞ്ഞതുപോലെ സ്ട്രെസ് ഒരു ഭയങ്കര വലിയ റീസൺ ആണത്. കാരണം സ്ട്രെസ് മൂലം നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് സാർ പറഞ്ഞ പോലെ ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ കുറച്ചുകൂടി ജങ്ക് ഫുഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. മാത്രമല്ല ആക്ടിവിറ്റീസ് ആർ വെരി ലെസ്. മാക്സിമം ഉള്ള മൂവ്മെന്റ്സ് വളരെ കുറവാണ്. അവര് റെസ്റ്റ് എടുക്കാനാണ് കുറച്ചും കൂടി ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ജങ്ക് ഫുഡ്സിന്റെ യൂസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമുക്കത് കുറച്ച് മെഡിക്കേഷനും ബാക്കി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് അത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ PCODനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ലാക്ക് ഓഫ് എക്സസൈസസ്, ഞാൻ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. പിന്നെ സ്ട്രെസ്, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് എനിക്ക് കേസസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ച് ഷിഫ്റ്റ് കൂടുതലായിരിക്കാം, പ്രഷർ കൂടുതലായിരിക്കാം. അപ്പൊ അതുമൂലം അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്, മെന്റൽ പ്രഷർ ഒക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അവർ വരുന്ന ക്ലിനിക്കിലോട്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ മിസ്ഡ് പീരിയഡ്സ്, അല്ലെങ്കിൽ ഹെയർ ഫോൾ, അതുപോലെ തന്നെ ഫേസിൽ കുരുക്കൾ വരിക, അങ്ങനെ കുറച്ച് അങ്ങനെ ഒരു സിംറ്റംസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ ഫർദർ കേസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ അണ്ടർ PCOD ആയിരിക്കാം. അപ്പൊ നമ്മൾ അതിന് ജനറൽ ആയിട്ട് ഒരു US നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഇതിന് വളരെ ഹെൽപ്ഫുൾ ആണ് ടു ക്യൂർ ദ കേസ്. നമുക്ക് കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മെഡിസിനും കൂടി മാത്രം മതി അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോർമോൺ ടാബ്ലറ്റ്സിന്റെ ഒക്കെ യൂസ് അത്രയും PCOS അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉണ്ട്, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് ഹോർമോണിന്റെ പ്രശ്നങ്ങളും കൂടി ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ PCOS ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമുക്ക് വിത്തൗട്ട് ഹോർമോൺ ടാബ്ലറ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് PCOS, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. സോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. PCOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഇസ് വെരി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വിത്ത് മെഡിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെ PCOS ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആണ് ക്യൂർ. ഇപ്പൊ സിംറ്റംസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറഗുലർ ഓർ മിസ്ഡ് പീരിയഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഈ PCOD നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതൊക്കെ ഒരു കാരണമാണ്. കാരണം അവർക്ക് പീരിയഡ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാനും അവർക്ക് ആ ഡേറ്റിന് നോക്കിയിട്ട് എപ്പോ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്താലാണ് ബേബി ഉണ്ടാവുക എന്നൊക്കെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് പ്രഗ്നന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹെയർ തിന്നിങ്, ഹെയർ ഫോൾ ഉണ്ടാവും, പെട്ടെന്ന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവും വിത്തൗട്ട് എനി കോസ്. നമ്മുടെ ഫുഡിന്റെ മാനേജബിളോ
അതൊന്നും അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഫുഡ് അതൊന്നും അധികം കഴിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് വരും. പിന്നെ ചെറിയ ചെറിയ ഹെയർ ഗ്രോത്ത് നമ്മുടെ ഫേസില്, അപ്പർ ലിപ്പില് ഒക്കെ കാണപ്പെടും. അതുപോലെ ആക്നെ, മുഖക്കുരു കാണപ്പെടും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ്. ഇനി PCOD ഡയറ്റ്. PCOD ഡയറ്റ് എന്നല്ല, നോർമൽ ഡയറ്റ് എന്തൊക്കെയാണ് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഫോളോ ചെയ്യുന്നത്? ഓരോരുത്തർ പറഞ്ഞേ. ആരും ഡയറ്റ് എടുക്കാറില്ല ഇവിടെ? ഇപ്പൊക്കെ നോൽമ്പിനാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ഓ ഡയറ്റ് കഴിക്കണം. ഓക്കെ, വേറെ ഡയറ്റ് എടുക്കുന്ന ആരെങ്കിലും പറയൂ. ഡയറ്റ് PCOD എടുക്കും. ഡയറ്റ് ഒന്നും കൂട്ടണ്ട. അല്ലാണ്ട് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഓയിലി ഫുഡ് ഒഴിവാക്കും, ഓയിലി ഫുഡ് ഒഴിവാക്കും. പിന്നെ മധുരം, ഷുഗർ ഒഴിവാക്കും, പ്രോട്ടീന് പ്രോട്ടീന് പ്രോട്ടീന്റെ അങ്ങനെയൊക്കെയുള്ള ഫുഡ് ആഡ് ചെയ്യാൻ കൂടുതൽ. കൂട്ടും. ഓക്കെ, ഓവർ ഷുഗർ ഒഴിവാക്കും. ഷുഗർ ഒഴിവാക്കും. ഓക്കെ, ഉം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ PCOD ഡയറ്റ് മെയിനായിട്ട് നമ്മൾ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലീഫി ഗ്രീൻ, ചീര, ബ്രൊക്കോളി അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. പൾസസ്, കടല, പരിപ്പ്, പയർ. അതുപോലെ നമ്മുടെ യൂട്രസിന് നല്ലൊരു ബെറ്റർ ഫ്രൂട്ടാണ് അവഗാഡോ. അവഗാഡോന് ഗുഡ് ഫാറ്റ് ആണ് അവഗാഡോന് ഉള്ളത്. അപ്പൊ നമുക്ക് യൂട്രസിന് വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ്സ് കുറച്ച് ചെറിയ തോതിൽ അതൊരു ഹോർമോൺ സെക്രീറ്റിംഗ് കൂടി ഉണ്ട്. ഈസ്ട്രജൻ കുറച്ച് സെക്രീറ്റീവ് എന്നാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. വാൽനട്ട് ഈസ് ഫോർ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ PCOD ആയിട്ടുള്ള പേഷ്യൻസിനോട് അല്ലെങ്കിൽ ഉള്ള കുട്ടികൾക്ക്, ഈ പീരിയഡ്സ് മിസ്സായത്, PCOD ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് വണ്ണം ഉണ്ട്, അങ്ങനെയുള്ള PCOD ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് ആണ് ഇത്. PCOD എന്നല്ല, ഡയറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. what to include more, what to decrease more, that's it. അല്ലാണ്ട് ഡയറ്റ് സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജനറലി ഷുഗർ അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗർ, ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ച് രീതി തന്നെയാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നത്. പിന്നെ നോർമൽ ആയിട്ട് എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 kg ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ ഓഫ് വാട്ടർ. അതാണ് എന്റെ കണക്ക്. പിന്നെ ബെറീസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാം. മില്ലറ്റ് യൂസ് വളരെ നല്ലതാണ്. കാലറീസ് കുറച്ച് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് മില്ലറ്റ്, അതുപോലെ തന്നെ ഓട്സും എപ്പോഴും മാക്സിമം നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഉപ്മാവ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കണതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 days in a week. അതും ഒരു 30 to 45 minute എക്സസൈസ് ചെയ്യണം. ഒരുപാട് സ്ത്രീകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഞാൻ വീട്ടിലെ പണി മുഴുവനും എടുക്കണം ഞാനാ, അപ്പൊ എനിക്ക് എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? യോജിക്കുന്നില്ല. എന്തുകൊണ്ടാ സാർ യോജിക്കാത്ത? അതൊന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് ഒരു റൂട്ടീൻ, ഒരു പ്രത്യേക രീതി ഉണ്ട്, അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഇതിനതൊന്നുമില്ല. ഇത് എന്താ വെച്ചാൽ ഇപ്പൊ ചൂലെടുത്ത് അങ്ങോട്ട് കുമ്പിടും, അമ്മി കല്ലെടുത്തിട്ട് ഇങ്ങോട്ട് തിരിയും. പിന്നെ വീട്ടിലെ പണി അങ്ങനെയൊക്കെയല്ലേ. ഓക്കെ, സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഹെയർട്ട് റേറ്റിന്റെ റിതം ഇറ്റ് ഷുഡ് ബി സിമിലർ. അതാണ് വർക്കൗട്ടിന്റെ കാര്യം. ഇപ്പൊ നമ്മളൊരു മുറ്റം അടിക്കാൻ അല്ലെങ്കിൽ വീട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 minute ഇവിടെ ഇരിക്കാം എന്നിട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മുടെ ആ ഹെർട്ട് റേറ്റിന്റെ റിതം മാറുകയാണ്, നമ്മൾ വീണ്ടും ഒരു ബോഡി റെസ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 30 minutes, അധികം വേണ്ട, അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ വി ഷുഡ് എക്സസൈസ്. അതാണ് നമ്മുടെ PCOD ഉള്ള പേഷ്യൻസിനോട് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഹാർട്ടിന്റെ റിതം അല്ലേ? നമ്മൾ എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യേണ്ടതെന്നും നമ്മൾ പറഞ്ഞു. റിഫൈൻഡ് ഫുഡ്സ്, ഷുഗർ ആൻഡ് ഫ്രൈഡ് ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ബെറ്റർ. ചോക്ലേറ്റ്സ്. നെക്സ്റ്റ്, യൂട്രൈൻ ഫൈബ്രോയിഡ്. കേട്ടിട്ടുണ്ടോ യൂട്രൈൻ ഫൈബ്രോയിഡ്? ഉണ്ട് മാം. ഇല്ല മാം, ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആദ്യമായിട്ടാണോ കേൾക്കുന്നേ? ഹലോ, ഓക്കെ. അപ്പോ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അഥവാ ഗർഭാശയ മുഴകൾ, ഇത് ഒരു 35% കോമൺ ആണ്. എപ്പോഴാണ് ഈ ഗർഭാശയ മുഴകള് സാധാരണ കാണപ്പെടുന്നത്?
നമ്മൾ മെൻസ്ട്രേറ്റിംഗ് സ്റ്റേജിലാണ്, അതായത് 25 to 45 നമ്മുടെ മെൻസസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മെൻസസ് ആവുന്ന ഒരു 13 years ഒക്കെ ആകുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു മെൻസ്ട്രേഷൻ നല്ല പീക്കിൽ നിൽക്കുന്ന ഒരു ടൈം ഉണ്ട്, 25 to 45. ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊതുവെ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാണപ്പെടുന്നത്. എങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ മെൻസസ് അവസാനിക്കാറാവുന്ന ഒരു ഫേസ് ഉണ്ട്, ഒരു 40 അല്ലെങ്കിൽ 35 ഒക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. റെയർ ആയിട്ടുണ്ട് എങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് ആ മെൻസ്ട്രേഷൻ എൻഡിങ് ഫേസിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മെയിൻ ആയിട്ട് വലിയ പ്രശ്നമുള്ള ആളല്ല ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാല്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കൂല, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഉണ്ട്. സാധാരണയായിട്ട് തന്നെ ട്യൂമർ ഇൻ ദ യൂട്രസ് എന്നാ പറഞ്ഞത്, ഗർഭാശയത്തിൽ ഒരു മുഴ. This can seen in the women during their reproductive age or the menstruating phase. 99% is benign tumor. അതായത് എന്താണ് ട്യൂമേഴ്സ് രണ്ട് തരമുണ്ട് ആക്ച്വലി. ഒന്ന് ബിനൈനും വേറൊന്ന് മാലിഗ്നന്റ്. ബിനൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ആളവിടെ നിന്നോളും, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ നിന്നോളും. ബട്ട് ഇൻ കേസ് ഓഫ് മാലിഗ്നന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൽസ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തത് വലുതാവും, പെട്ടെന്ന് വലുതാവുന്നതാണ് മാലിഗ്നന്റ്. അതുപോലെ തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യും. ബിനൈൻ ട്യൂമർ അങ്ങനെ സ്പ്രെഡ് ആവില്ല. ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സിലെ 99% നമുക്ക് ബിനൈൻ ആണ്, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ നമ്മൾ ചില സമയത്ത് നമുക്ക് സർജറി റെക്കമെൻഡഡ് ആണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പതുക്കെയാണ് അതിന്റെ ഗ്രോത്ത് ഉള്ളത്. അപ്പൊ സാധാരണ നമ്മുടെ ക്ലിനിക്കിലൊക്കെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഇതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു 6 months കൂടുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു അബ്ഡോമൻ, USG അബ്ഡോമൻ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. കാരണം സാധാരണ ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1 centimeter ഇയർ അത്രയൊക്കെ ഇതിന്റെ ഗ്രോത്ത് ഉള്ളൂ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു ഗ്രോത്ത് തന്നെ. ഇങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ സർജറി റെക്കമെൻഡഡ് ആണ്. അല്ലെങ്കിൽ നമുക്കിത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് ക്യൂറബിൾ ആണ് ഈ ഒരു കേസ് യൂട്രൈൻ ഫൈബ്രോയിഡ്. ഇതിന്റെ ലൊക്കേഷൻ കണ്ടോ, ദിസ് ഇസ് എ നോർമൽ യൂട്രസ്. കണ്ടോ, ഈ യൂട്രസ് എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലാർ സ്ട്രക്ചർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ മസിൽസ് ആണുള്ളത്. ഓക്കെ, ഈ മസിൽസിന്റെ എവിടെയാണോ മുഴയുള്ളത് അതിനനുസരിച്ച് ഇതിന്റെ പേരുകൾ മാറും. അത്രേ ഉള്ളൂ കാര്യം. ഉണ്ടോ, അകത്താണെങ്കിൽ നമ്മൾ ഇൻട്രാമ്യൂറൽ എന്ന് പറയും, മ്യൂക്കോസൽ ലെയറിലാണെങ്കിൽ സബ് മ്യൂക്കോസൽ എന്ന് പറയും, അതിനും പുറത്താണെങ്കിൽ സിറോസൽ എന്ന് പറയും. അങ്ങനെ പല ടൈപ്പ് ഫൈബ്രോയിഡ്സ് ഉണ്ട്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? Can anyone share? ഹെവിനെസിന്റെ അബ്ഡോമിനൽ ഹെവിനെസ് വരുന്നു പറയുന്നേക്കാം. താങ്ക് യു സർ. സർ പറഞ്ഞ കറക്റ്റ് ആണ്, നമുക്ക് അബ്ഡോമിനൽ ഹെവിനെസ് ഉണ്ടാവും. പിന്നെ അടുത്ത ആള് പറയട്ടെ. പറയാനുള്ളൂ. വെയിറ്റ് എന്തോ വെയിറ്റ് കൂടും നമ്മള്, വെയിറ്റ് കൂടുന്നതിനുപരി നല്ല തടി, അബ്ഡോമിനൽ ഒരു വെയിറ്റ് തോന്നും. നീ പെയിൻ ഉണ്ടാവില്ലേ? നീ പെയിൻ ഉണ്ടാവും. വേറെ എന്തെങ്കിലും സിംറ്റംസ്? വയറ്റുനിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. യൂറിനേഷൻ, ഫ്രീക്വന്റ് യൂറിനേഷൻ. കറക്റ്റ്, വെരി ഗുഡ്. കാരണം യൂറിൻ ഫ്രീക്വൻസി നമുക്ക് ഇടക്കിടക്ക് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഫൈബ്രോയിഡ് കുറച്ച് വലുതാണെങ്കിൽ നമ്മുടെ യൂട്രസിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് യൂറിനറി ബ്ലാഡർ ഉള്ളത്. അപ്പൊ ആ യൂട്രസ് ഈ ട്യൂമർ വലുതാകും തോറും നമ്മുടെ മൂത്രസഞ്ചിയിലോട്ട് ഒരു പ്രഷർ വരും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ പോവാന്നൊരു തോന്നലുണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് വേറൊന്ന് ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കേസസ് വരുന്നത്. ഓക്കെ, ഡോക്ടറെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് ബ്ലീഡിങ് നന്നായിട്ടുള്ള സമയം നമുക്ക് അനീമിയ ഉണ്ടാവും, ബ്ലഡ് ലോസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളിതൊരു ഇൻവെസ്റ്റിഗേഷനിലോട്ട് ഇത് എത്തുന്നത്. ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത്? ബ്ലീഡിങ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് നമ്മുടെ യൂട്രസിൽ ഉള്ളത് കൊണ്ടും നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആവും. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ബ്ലീഡിങ് ഒരു സിംറ്റം ആണ്. ഈ യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ ഒരു സിംറ്റം ആയിട്ടാണ് നമ്മൾ ബ്ലീഡിങ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വയറ്റിൽ ഒരു ഹെവിനെസ് ഉണ്ടാവുക, ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവുക, പെയിൻ ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്, അതുപോലെ തന്നെ ലോവർ ബാക്ക് ഏക്ക് പെയിൻ,
ക്രോണിക് വജൈനൽ ഡിസ്ചാർജ്. ഇതൊക്കെയാണ് നമ്മൾ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, മേജർ യൂട്രൈൻ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. അനീമിയ, ഇതൊക്കെ വന്ധ്യതേനെ നല്ലോണം നമുക്ക് ബാധിക്കാറുണ്ട്. ഡയറ്റ്, ഈ ഫൈബ്രോയിഡൽ ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മറ്റേത് പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചും കൂടി നമ്മള് ബ്രക്കോളി, മാഡം ബ്ലൂബെറീസ്. ഹലോ മാഡം നേരത്തെ പറഞ്ഞില്ല യൂട്രസും ബ്ലാഡറും തമ്മിലുള്ള ഒരു, അതെങ്ങനെയാണ് യൂട്രസിന്റെ യൂട്രസിന്റെ തൊട്ട് bladder? താഴെയായിട്ടായിരിക്കും ബ്ലാഡർ വരുന്നത്. ഓക്കെ, അപ്പൊ ആ. യൂട്രസിൽ നമ്മുടെ മുഴ വലുതായിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നുന്നത്? കാരണം ആ കുഞ്ഞിന്റെ വെയിറ്റ് നമ്മൾ ഈ മൂത്രസഞ്ചിയിലോട്ട് വരികയാണ്. മൂത്രസഞ്ചിനെ ഇങ്ങനെ താഴ്ത്തും. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഡയറ്റിൻ ഫൈബ്രോയിഡ്സ് നമ്മൾ ഇതൊക്കെയാണ് സാധാരണ. അപ്പൊ നമ്മൾ സ്മോക്ഡ് ഫിഷ്, സ്മോക്ഡ് മീറ്റ്, റിഫൈൻഡ് ഷുഗർ, കോക്ടെയിൽസ്, ഫുഡ് ആഡഡ് വിത്ത് സബ്സ്റ്റൻസ് ആൻഡ് കളേഴ്സ് ആഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ മാക്സിമം ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് എല്ലാം ഏകദേശം ഒരു സിമിലർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻ ഉണ്ടെന്നുള്ളൂ. നല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള നല്ല സാധനങ്ങൾ മാക്സിമം. മെനോപോസൽ സിൻഡ്രോം ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട് മാം. യെസ് മാം. കേട്ടിട്ടുണ്ടോ? എന്താണത്? മെൻസസിന്റെ ടെർമിനേഷൻ ഉണ്ടാവുമ്പോ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇങ്ങനെയാണ് മെൻസസ് സിൻഡ്രോം. ഹോട്ട് ഫ്ലഷ് ഉണ്ടാവും. ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും. പിന്നെ പോരട്ടെ, വജൈനൽ ഡ്രൈനസ്. വജൈനൽ ഡ്രൈനസ്. പിന്നെ ഒരു ധൃതിയില്ല, പറഞ്ഞിട്ട് പോയാൽ മതി എല്ലാവരും. പറഞ്ഞു. പിന്നെ വജൈനൽ ഡ്രൈനസ്, ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവും. വെരി ഗുഡ്. അങ്ങനെ പോരട്ടെ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പിന്നെ ക്ഷീണം, ടയർഡ്നെസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ശരിക്കും മെൻസസ് മെൻസ്ട്രൽ സിംറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമം, ഇതാണ് ഇതിനെ പറയുന്നത്, എപ്പോഴാണ് നമ്മൾ പീരിയഡ്സ് നിന്നു എന്ന് മനസ്സിലാക്കുന്നത്? നമുക്ക് മന്ത്ലി ബ്ലീഡിങ് ഉണ്ടാവില്ല, അതായത് മെൻസ്ട്രൽ പീരിയഡ്സ് ഉണ്ടാവില്ല. പീരിയഡ്സ് ഉണ്ടാവില്ല അല്ലെ? അതെ. അപ്പൊ നമ്മള് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെൻസസ് ആണ് മെൻസ്ട്രൽ സിംറ്റത്തിൽ നമ്മൾ പറയുന്നത്. ആർത്തവ വിരാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ വരുന്ന ഒരു 3 മാസമൊക്കെ പീരിയഡ്സ്, ഒരു 45+ കഴിഞ്ഞ ഒരാൾക്ക് ഒരു 3 മാസമൊക്കെ പീരിയഡ്സ് ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓർക്കും എനിക്ക് നിന്നെന്ന് അവർ വിചാരിക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ കണക്കാക്കുന്നത് ആർത്തവ വിരാമത്തെ നമ്മൾ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് മെൻസസ്, ഒരു വർഷം 1 ഇയർ ആയിട്ട് നമുക്ക് ഒരിക്കലും മെൻസസ് ആയിട്ടില്ല എങ്കിൽ മാത്രമേ നമ്മൾ മെൻസ്ട്രൽ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസൽ സിൻഡ്രോം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് 45 to 55 ഇയേഴ്സ് ഏജിലാണ്. 45 മുതൽ 55 വരെ ആ ഒരു ടൈമിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത് നിൽക്കാം. അപ്പോ ഇതൊന്ന് വായിക്കാവോ ആർക്കെങ്കിലും? എന്താ വായിക്കേണ്ട? കോമൺ സിംറ്റംസ് ആണെങ്കിൽ ഞാൻ കോമൺ വായിച്ചു തരാം. സിംറ്റംസ് ആണോ? അല്ല, മെനോപോസ് തുടങ്ങി വായിച്ചു. ആരാ വായിക്കുന്നത്? Menopause is the time in a woman's life when her ovaries stop producing the hormones estrogen and progesterone and her period stops naturally. ഓക്കെ, താങ്ക് യു. അപ്പോ ഇത് മെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈം ഇൻ വുമൻസ് ലൈഫ് വെൻ ഓവറി സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആൻഡ് ഹെർ പീരിയഡ് സ്റ്റോപ്പ് നാച്ചുറലി. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ
യൂട്രസിന്റെ ഷേപ്പ് കാണിച്ചു തന്നു, അതിൽ ഓവറീസ് കാണിച്ചു തന്നു. അപ്പൊ ഈ ഓവറീസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസ് ആയ ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോണെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ പീരിയഡ്സ് ഒക്കെ നോർമൽ ആക്കി കൊണ്ടുപോകുന്നത് ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ മെനോപോസ് എന്ന് പറഞ്ഞാല് ഇതൊരു റൊട്ടീൻ, എല്ലാവർക്കും അത് ഒരു ജീവശാസ്ത്രമായ ഒരു പ്രക്രിയയാണ് ഈ മെനോപോസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഹോർമോൺസ് രണ്ടും സ്ലോ ആയിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് നമ്മൾ നോർമലി സ്റ്റോപ്പ് ആവുന്നതിനാണ് നമ്മൾ മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ള സിംറ്റംസ് ആണ് മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ഹോട്ട് ഫ്ലഷസ് ഭയങ്കര കോമൺ ആണ്. ഈ മെനോപോസ് അല്ലെങ്കിൽ മെനോപോസൽ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ചൂടെടുക്കുക, വെട്ടി വേർക്കുക, അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസസിലൊക്കെ നമ്മുടെ ഹോമിയോപ്പതി ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അവർക്ക് കുറച്ച് ബെറ്റർ ആവും. അതുപോലെ തന്നെ ഡിപ്രഷൻ, ഈ ഹോർമോണിന്റെ ചേഞ്ച് അല്ലെങ്കിൽ വ്യതിയാനം കൊണ്ട് അവർക്ക് കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവും. അതുപോലെ വജൈനൽ ഡ്രൈനസ് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ മെനോപോസൽ സിൻഡ്രോം. അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഡ്രൈനസ് ഉള്ളത് കൊണ്ട് പീനിസിന് പെനിട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെക്ഷൽ ഇന്റർകോഴ്സ് പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ നൈറ്റ് സ്വെറ്റ്, കുറച്ച് മുന്നേ ഒരാൾ പറഞ്ഞായിരുന്നു ബോൺ ലോസ്, നമ്മുടെ കൈകാലിന് വേദന ഉണ്ടാവുക, നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി ഒക്കെ കുറയുക, സ്ലീപ്പ് പ്രോബ്ലംസ്, സ്ലീപ്പ് ഒക്കെ കറക്റ്റ് ആവാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഹോർമോണിന്റെ സെക്രീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് രാത്രിയായിട്ട് വെട്ടി വേർത്തൊക്കെ നമ്മൾ എണീക്കും. എല്ലാവർക്കും എല്ലാ സിംറ്റംസും ഉണ്ടാകണം എന്നില്ല. ദാറ്റ് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ബട്ട് സ്റ്റിൽ നൈറ്റ് സ്വെറ്റ് ഇസ് വെരി കോമൺ സിംറ്റം ഓഫ് മെനോപോസ്. സ്ലീപ്പ് പ്രോബ്ലംസ്, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്തിൽ ഒരു കാര്യം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ഹെൽത്തിൽ ഒന്ന് ഉള്ളത് സ്ലീപ്പാണ്. 6 hours അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ മെനോപോസൽ ആയിട്ടുള്ള സ്ത്രീകളിൽ പൊതുവെ സ്ലീപ്പ് ഇഷ്യൂസ് കാണാറുണ്ട്. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുറച്ച് വീക്ക് ആയിട്ടുള്ള ടൈമാണിത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു ടൈമിൽ നമ്മുടെ കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ട് ചിലപ്പോ ഒരു ഹോസ്റ്റലിലോട്ടൊക്കെ ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ആരോ സംസാരിക്കുന്നുണ്ട്. പ്ലീസ് മ്യൂട്ട് ആൻഡ് ടോക്ക്. ഓക്കെ, സോ ഈ ഒരു ടൈം മെനോപോസൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു 40, 45, 50 ആ ഒരു ഏജിലായിരിക്കും നടക്കുന്നത്. ഈ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മക്കൾ കുറച്ച് വലുതായിട്ട് ചിലപ്പോൾ ഹോസ്റ്റലിലോട്ട് മാറി നിൽക്കാം. അവരെ വിട്ട് ആദ്യമായിട്ടൊക്കെ മാറിക്കുന്ന ടൈം ആയിരിക്കും അത്. അത് മാത്രമല്ല നമ്മുടെ പാരന്റ്സ്, ഈ ഒരു ടൈമിലുള്ള സ്ത്രീകളുടെ പാരന്റ്സ് മാത്രമല്ല ഇൻലോസും, ഇവര് ഒരു സിക്കായിട്ട് അല്ലെങ്കിൽ ബെഡ് റിഡൻ കൂടി ആകുന്ന ഒരു ടൈം ആയിരിക്കും മെനോപോസ്. അപ്പൊ നമ്മളായിരിക്കും ചിലപ്പോൾ നോക്കേണ്ടത്, വീട്ടുകാരെ നോക്കണം, നമ്മുടെ പാരന്റ്സിനെ നോക്കണം, നമ്മുടെ ഇൻലോസിനെ നോക്കണം. ഇതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം മാനേജ് വരുമ്പോ ഓൾമോസ്റ്റ് ഒരു 40% വുമൺസ് അറിയാറില്ല കുറെ സിംറ്റംസ്. കാരണം they don't have time for themselves. അവർക്ക് അറിയില്ല അവർക്ക് എന്തിനാ ദേഷ്യപ്പെടുന്നത്, എന്തിനാ ഇപ്പൊ ഞാൻ കരയണത്, എനിക്ക് എന്താ പ്രശ്നം എന്ന് പോലും അറിയാതെ ഓടുകയാണ് അവർ. അപ്പൊ ഈ ഏജിലുള്ള സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു പീരീഡ് ആണിത്. അത്രയും സ്ട്രെസ്ഫുൾ ആണ് ഒരു വുമന്റെ ലൈഫിൽ, പ്രത്യേകിച്ച് ഈ ഒരു ടൈം. കാരണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നല്ല പ്രായത്തിൽ നമുക്ക് ഒരു ഇൻലോസിന്റെയോ നമ്മുടെ അമ്മമാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും. ബട്ട് ഈ ടൈം ആകുമ്പോൾ ഈവൻ ദേ വിൽ ഗെറ്റ് ഓൾഡ് ഡ്യൂറിങ്. ഇപ്പൊ നമുക്ക് അവരെ നോക്കണം, ഇവരെ നോക്കണം, കൂട്ടി നമ്മുടെ മക്കൾ മാറി നിൽക്കുന്നു, നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സച്ച് എ ക്രൂഷ്യൽ ടൈം ദിസ് ഇസ് മെനോപോസൽ സിൻഡ്രോം. ഓക്കെ, സോ നമ്മൾ ഇതിൽ നമ്മള് 3 സ്റ്റേജ് ഉണ്ട്. നമ്മള് അറ്റ് ദ ഏജ് ഓഫ് 40 നമ്മൾ അത് പെരി മെനോപോസ് എന്നാ പറയുന്നത്. അതൊരു 4 years നമ്മൾ മെൻസസ് നിൽക്കുന്നതിൽ ഒരു 4 വർഷം മുന്നേ നമുക്ക് ഇതെന്ത് ഒരു 3 മാസം 4 മാസം കൂടുമ്പോ പീരിയഡ്സ് വരും, 6 മാസം കൂടുമ്പോ വരും, 2 മാസം കൂടും, അങ്ങനെ ഒരു പീരിയഡ്സിൽ ഒരു ഫ്ലക്ച്വേഷൻ കാണും. ദറ്റ് ഓൾസോ ദാറ്റ് ഷോർട്ടേഴ്സ് സൈക്കിൾ. നമ്മുടെ പീരിയഡ്സിന്റെ സൈക്കിൾ എന്ത് ചെയ്യും? ഷോർട്ടർ ആവും, ചെറുതാവും സൈക്കിൾ.
എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുന്ന പീരിയഡ്സ് ഒരു 4 months 6 months അങ്ങനെ ഒരു ഇറഗുലാരിറ്റി നമ്മൾക്ക് വന്നു തുടങ്ങും. ഓക്കെ, മെനോപോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്രോസ്പെക്റ്റീവ്ലി 12 years ഓഫ് കൺസിസ്റ്റന്റ് മന്ത്സ് വിത്തൗട്ട് മെൻസ്ട്രേഷൻ, അതായത് കറക്റ്റ് ഒരു മെനോപോസ് ആണ് 51-52 years പൂർണ്ണമായിട്ടും ഉണ്ടാവാതിരിക്കുക. ആഫ്റ്റർ മെനോപോസ് ആണ് പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. അതാണ് കുറച്ച് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. കാരണം ഈ ഹോർമോൺസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ബോഡി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ അറിഞ്ഞിരിക്കുക. ഞാൻ പറയുന്നത് നമുക്ക് എന്ത് കാര്യം കുറച്ച് ഈസി ആയിരിക്കും, നമ്മൾ അതിന്റെ സൊല്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ അപ്പൊ ആ സൊല്യൂഷൻസിനെയാണ് ഡിസ്കസ് നൗ. സോ നമ്മള് ഫിസിയോളജിക്കൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ കാരണം നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ ഒക്കെ വളരെ ആയിട്ട് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് നന്നായിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബോണ്ട് ഡെൻസിറ്റി, നമ്മുടെ കാലുവേദന, കൈവേദന, ബോണ്ട് ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കലായിട്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് എടുക്കണം, വൈറ്റമിൻ ഡി എടുക്കണം. അതുപോലെ സോയ ബോൾസ് വളരെ നല്ലതാണ് ഈ സമയത്ത് എടുക്കുന്നത്. സൈക്കോളജി പരമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട്, എത്ര പേർക്ക് ഇതിന് അവയർനെസ് ഉണ്ടാവും എന്നറിയില്ല. നമ്മുടെ അമ്മമാർക്കാണെങ്കിലും നമ്മക്കാണെങ്കിലും ഇവൻ ഹസ്ബൻഡ്സ് ആയിക്കോട്ടെ, ഒരു അവയർനെസ് ഏറ്റവും നല്ലതാണ്. കാരണം അപ്പൊ അവർക്ക് അവരെ ചേർത്ത് നിർത്താൻ പറ്റും. അവരെ എന്ത് പറ്റി, നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം, നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചേർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനും കൂടി ഇതിനെപ്പറ്റി അവയർ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ യോഗ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. വർക്ക്ഔട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ബ്രെയിൻ നമ്മൾ ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിലെ പല സെൽസ് ഡിസ്ട്രക്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും കളിയാക്കാറുണ്ട്, ഈ പ്രായമാകുമ്പോൾ എന്തിനാ പഠിക്കണേന്ന്. ശരിക്കും പ്രായമാകുമ്പോൾ നമ്മുടെ പല സെൽസ് ന്യൂറോൺസ് ഒക്കെ ആ ഒരു ഡീആക്ടിവേറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പല ഭാഗങ്ങളും ബ്രെയിനിൽ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി നമ്മൾ ആക്റ്റീവ് ആവും നമ്മൾ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മളൊരു 5 to 10 minutes എങ്കിലും എന്തെങ്കിലും സംതിങ് ന്യൂസ് നമ്മൾ പഠിക്കണം. സംതിങ് ടു ലേൺ എന്നാ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പഠിക്കുക, പുതിയ എന്തെങ്കിലും. ഇപ്പം പ്രത്യേകിച്ച് ഏജിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എന്താ പഠിക്കുക, സ്വിങ് പഠിക്കുക, ഡാൻസ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും പഠിച്ച് നമ്മുടെ ബ്രെയിനെ നമ്മൾ ആക്ടിവേറ്റ് ആക്കി കൊണ്ടിരിക്കുക. ഈ ഒരു മെനോപോസൽ സിൻഡ്രോത്തിനെ എങ്ങനെ ഓവർകം ചെയ്യുക, എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എങ്ങനെയാണ് ഓവർകം ചെയ്യാം? ഇതേപോലെ ഹോബീസിലൊക്കെ ഇൻവോൾവ് ആവുക, ഹോബീസിൽ ഇൻവോൾവ് ആവുക ഒന്നാമത്തെ കാര്യം. ഹോബീസിൽ എന്തെങ്കിലും ഇൻവോൾവ് ആവണം. താങ്ക് യു. പിന്നെ വേറെ നാച്ചുറൽ സപ്ലിമെന്റ്സ് എടുക്കാം. നാച്ചുറൽ സപ്ലിമെന്റ്സ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് മെന്റലി ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. നമുക്കൊരു ഹോമിയോപ്പതി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. നമ്മുടെ സിംറ്റംസ് നമ്മൾ രോഗിക്ക് അല്ല, ഒരു രോഗത്തിനല്ല നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഓരോ വ്യക്തികള് ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരു വ്യക്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്, ആ സിംറ്റംസിനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. മെന്റലി ഫിസിക്കലി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. നമ്മൾ ഈ ചൂടെടുക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറയാം. നമ്മൾ ഈ പൊതുവെ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമുക്കറിയാം, നമുക്ക് ഹോട്ട് ഫ്ലഷസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അവയർനെസ് വേണമെന്ന് പറയുന്നത്. ഞാൻ ഈ പോസ്റ്റ് മെനോപോസത്തിലോട്ട് പോവുകയാണ്. അപ്പൊ ഐ ഷുഡ് ഡ്രസ് ഇൻ ലെയർ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് കാറ്റ് കയറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ ലെയർ ആയിട്ട് ഇടുക. അപ്പൊ അതിലൂടെ കാറ്റ് കയറും. എന്റെ ഹോട്ട് ഫ്ലഷസിനെ ഐ ക്യാൻ മാനേജ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികളിൽ കണ്ടിട്ടുണ്ടോ പോർട്ടബിൾ ഫാൻ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പോർട്ടബിൾ ഫാൻ? ചെറുത്. അപ്പൊ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആണ് ഏറ്റവും വലുത്. അത് കൊണ്ടിടക്കുക ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടിടക്ക് കാറ്റ് കൊള്ളുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് പോർട്ടബിൾ ഫാൻ. കാരണം നമ്മുടെ കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മെന്റലി ഫിസിക്കലി ഇമോഷണലി നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ട്രൈ ടു ക്യാരി എ പോർട്ടബിൾ ഫാൻ. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള കഫെയിൻസ്, നമ്മൾ ഒരുപാട് കോഫി അങ്ങനെ, അതുപോലെ തന്നെ ഒരു ഓവർ സ്പൈസി ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യും. കാരണം നമ്മുടെ ബോഡി കുറച്ച്
വീക്കായി അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻ ഉള്ള ടൈമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, സ്പൈസി ഫുഡ്സ്, കഫേന് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് വുമൻസിന് കുറച്ച് ഹറിബറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടൈം. കാരണം നമ്മൾക്ക് വീട് മാനേജ് ചെയ്യണം, പാരന്റ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമിൽ നമ്മൾ കുറച്ച് റഷ് ആയിരിക്കും. നമുക്ക് വി വോണ്ട് ഗെറ്റ് ടൈം ടു ഡു എനിത്തിങ്. നമുക്ക് വേണ്ടി ചെയ്യാനൊന്നും നമുക്ക് ഒരു ടൈം കിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഡു ടേക്ക് എ ഡയറി ആൻഡ് ട്രൈ ടു റൈറ്റ് തിങ്സ് ടു ഡു ലിസ്റ്റ്. ഇന്നൊരു ദിവസം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നമുക്കൊരു ഒരു കാമിങ് റെഗുലർ റൊട്ടീൻ ഉണ്ടാകും. സാധാരണ നമുക്ക് ഈ സമയത്ത് നമുക്ക് ടൈം കിട്ടില്ല, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്തോ അതില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തോ ഇതില്ല. മറ്റേ സിനിമയിൽ പറയണ പോലെ അത് ചെയ്യാൻ പറഞ്ഞപ്പോഴല്ലേ അപ്പുറത്തേത്. അതുപോലെ നമ്മൾ ഭയങ്കര റഷ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല, നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാതെ. അതുകൊണ്ട് തന്നെ ട്രൈ ടു മേക്ക് എ കാമിങ് റെഗുലർ റൊട്ടീൻ. ഒരു ഇത്തിരി നേരം, ഒരു 5 മിനിറ്റ് നേരത്തെ എണീറ്റ് കാമിങ് ഒരു റൊട്ടീനായിട്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ പാർട്ട്ണറിനോട് തുറന്നു പറയുക. ഇഫ് യു ഫീൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോനി ഭാഗത്ത് ഒരു വരൾച്ച അല്ലെങ്കിൽ ഡ്രൈനെസ് ഉണ്ടാക്കും. ഈ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോത്തിൽ ഉള്ളതാണത്. അപ്പൊ ആ സമയത്ത് നമുക്ക് വജൈന ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. യു ക്യാൻ ഷെയർ വിത്ത് യുവർ പാർട്ട്ണർ. നമ്മുടെ കംഫർട്ടബിലിറ്റി നമ്മൾ എപ്പോഴും നോക്കിയിട്ട് മാത്രമേ എന്തും ചെയ്യാവുള്ളൂ. അല്ലാണ്ട് പെയിൻ സഹിച്ച് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇഫ് യു ഫീൽ പെയിൻ, യൂസ് വാട്ടർ ലൂബ്രിക്കൻസ്. അല്ലെങ്കിൽ ആ പാർട്ട്ണറിനോട് പറയുക, ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യാം, ഇറ്റ്സ് സോ പെയിൻഫുൾ ഫോർ മീ. നമ്മുടെ അവയർനെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് ഈസിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ മെനോപോസ് നമുക്ക് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ടാബ്ലറ്റും കാൽഷ്യം സപ്ലിമെന്റും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതുപോലെ തന്നെ കോമൺലി നമ്മുടെ ഇപ്പൊ കേരളത്തിൽ കുറച്ച് ഹാർട്ട് ഡിസീസ് കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി വുമൺസ് അബൌട്ട് 35% നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ് കോമൺ ആണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ കേരളത്തിൽ കുറച്ച് സീരിയസ് കാർഡിയോവാസ്കുലർ ക്യാൻസേഴ്സ് കൂടുതലായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ഇപ്പം ഹാർട്ടുമായിട്ട് എങ്ങനെയാ മാം റിലേറ്റഡ് ആണോ? ഹാർട്ടായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ആ ഒരു പ്രക്രിയയൊക്കെ താളം തെറ്റുമ്പോൾ നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് ഈ മെനോപോസൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക്. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള നല്ല ഫുഡുകൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ആ ബോഡിയിലെ ആ ഒരു ഹോർമോൺ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്, ഇപ്പൊ നമ്മൾ ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ സോയ, അതിലൊക്കെ ചെറിയ തോതിൽ ഹോർമോൺസ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ. നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പൊ തന്നെ നമുക്ക് പല അസുഖങ്ങളും, എസ്പെഷ്യലി ഹോമിയോപ്പതിയിൽ നമ്മൾ ഈ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ആണ് ഹെൽത്ത് നോക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് മാനസിക സങ്കടം ഉണ്ട് എങ്കിൽ അതുമൂലം അവർക്ക് ഒരു ഹിസ്റ്ററി, ഇപ്പം നമ്മുടെ പാരന്റ്സിന്, ഇപ്പൊ ഒരാളുടെ ഫാദർ, മദർ ഒക്കെ ഇങ്ങനെ ഹാർട്ട് ഡിസീസ് കൊണ്ട് ആണ് മരിച്ചത് എങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ഇപ്പൊ എന്റെ ഫാദറിന് എന്താ ഉള്ളത്, BP, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാണ്. അപ്പുറത്തെ ആളുടെ പാരന്റ്സിന് ചിലപ്പോൾ ഷുഗർ ആയിരിക്കും. അപ്പൊ അവരും ഈ ഫ്രൈഡ് ഐറ്റംസും സോൾട്ടി ഐറ്റംസ് കഴിക്കണത് കണ്ടിട്ട് ഞാൻ കഴിക്കാൻ പോയാൽ എനിക്ക് പ്രശ്നമാവും. കാരണം എന്റെ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആ ഒരു ക്രൈറ്റീരിയ, ഹെറിഡിറ്ററി നോക്കിയിട്ട് എനിക്ക് ഏത് ഡിസീസ് ആണ് വരാനുള്ള ചാൻസസ് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ പാരന്റ്സിനൊക്കെ ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ട്, അപ്പൊ ആ അസുഖങ്ങൾ എനിക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇപ്പൊ ഷുഗറിന്റെ ഹിസ്റ്ററി ഉള്ള പാരന്റ്സ് ആണെങ്കിൽ യു മേ ഗെറ്റ് ഷുഗർ വെരി ഈസി. പ്രീ ഡയബറ്റിക് ആവാം, ആ ഒരു ഡയബറ്റിക് സ്റ്റേജിലോട്ട് എത്താൻ വളരെ ഈസിയാണ്. അതുപോലെ ചിലവർക്ക് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ള പാരന്റ്സ്, അപ്പൊ ആ ഒരു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇസ് വെരി ഹൈ. അപ്പൊ നമ്മൾ എപ്പോഴും അപ്പുറത്തെ ആള് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഹെറിഡിറ്ററി നോക്കിയിട്ട് ഓക്കെ എനിക്കിത് വരാൻ ചാൻസ് ഉണ്ട്, ഐ ഷുഡ് ബി വെരി അവെയർ ഓഫ് ദാറ്റ് എന്ന രീതിയിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോവാം. അടുത്ത ടോപ്പിക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ. കേട്ടിട്ടുണ്ടോ? ഉണ്ട് മാം. കേട്ടിട്ടില്ല?
കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ. ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 28% കോമൺ, എസ്പെഷ്യലി ഇൻ കേരള. Yes. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 60+ സ്ത്രീകളിലൊക്കെ ആണ് കുറച്ച് കാണപ്പെടുന്നത് കൂടുതലായിട്ട്. ബട്ട് ഇറ്റ് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ വ്യക്തി ഡിഫറെന്റ് ആണ്, ഓരോ വ്യക്തിത്വങ്ങൾ, ഓരോരുത്തരുടെ രീതികൾ, ഓരോരുത്തരുടെ ബോഡി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇറ്റ് മേ വേരി ഫ്രം ഏജ് ടു ഏജ്. ഓക്കെ. കോസസ് എന്തൊക്കെയാണ്? റീസൺസ് പിന്നെ 60+. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി, പറഞ്ഞോളൂ. ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി, വെരി ഗുഡ്. ഫാമിലി ഹിസ്റ്ററിക്ക് നല്ലൊരു പങ്ക് ഇതിലുണ്ട്. കാരണം എല്ലാ ഡിസീസും വരുന്നൊന്നുമില്ല. ഞങ്ങൾ പഠിക്കുന്ന വെച്ച് പറയുന്നത് ഒരു 6 ജനറേഷൻ വരെ, 6 പോട്ടെ, ദാറ്റ് ഇസ് എക്സ്ട്രീം. അറ്റ്ലീസ്റ്റ് മിനിമം 3 to 4 ജനറേഷൻ എങ്കിലും നമുക്ക് എന്ത് അസുഖം വേണമെങ്കിലും നമ്മുടെ പറ്റേണൽ ആയിട്ടോ മെറ്റേണൽ ആയിട്ടോ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഉറപ്പായിട്ടും വന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹിഡൻ ആയിട്ട് കിടക്കുമായിരിക്കും. പക്ഷെ നമുക്ക് എക്സ്ട്രീം ആയിട്ടൊരു ഇമോഷണലോ അല്ലെങ്കിൽ മെന്റലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ അത് ആ ഒരു നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യുക, നമ്മൾ ആ പ്രശ്നവും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അത് സപ്രഷൻ ആയി കിടക്കും. അതുമൂലം നമുക്ക് ഈ ഫാമിലി ഹിസ്റ്ററിയും കൂടി ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെൽത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ നമ്മൾ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി ലാസ്റ്റ്, മെന്റലി ഇമോഷണലി നമ്മൾ ഹെൽത്തി ആയിരിക്കും. ദാറ്റ് ഇസ് മാൻഡറ്ററി. അതെല്ലാം നമുക്ക് ഹെൽത്തി അല്ലാതെ നമ്മൾ അതും കൊണ്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മേ ബി ട്രിഗർ, മേ ബി നോട്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പീപ്പിൾ. ഓക്കെ. പിന്നെ മെനോപോസ് ആഫ്റ്റർ 55, നേരത്തെ കുറച്ച് പ്രായം വൈകിട്ട് പീരിയഡ്സ് നിൽക്കുന്നതും ഒരു റീസൺ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് നോട്ട് ടെല്ലിംഗ് ലൈക്ക് ദാറ്റ്, പക്ഷെ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ യൂസേജ് ഇസ് വെരി ഹൈ ആൻഡ് ഓൾസോ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഈ ഒരു റീസൺസ് കൊണ്ടായിരിക്കാം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പോൾ 60 years, ഫാമിലി ഹിസ്റ്ററി, മെൻസ്ട്രേഷൻ ബിഫോർ 12 years, 12 വയസ്സിന് മുന്നേ മെൻസസ് ആവുന്നതും 55 വയസ്സിന് ശേഷം മെൻസസ് നിൽക്കുന്നതും, പിന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസ് അഥവാ ഗർഭനിരോധന ഗുളികകൾ ഭയങ്കരമായിട്ട് ഈ ഐപിൽ അതുപോലെ സാധനങ്ങളൊക്കെ ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. നമ്മള് പെട്ടെന്നൊരു എമർജൻസി സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ആ പിൽസ് എടുക്കും. ഈ ചില കുട്ടികൾക്ക് ഇതൊരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. ഓക്കെ, വി ക്യാൻ യൂസ് ഐ പിൽസ്. അപ്പൊ അതൊക്കെ ഒരു റീസൺ ആണ് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ്? സോറി, സ്ട്രെസ് ഇസ് അനദർ ഫാക്ടർ. സ്ട്രെസ്സും ഉണ്ട്, സ്ട്രെസ് ഫാക്ടറും ഉണ്ട്. പിന്നെ സയൻസ് ആൻഡ് സിംറ്റം എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് അറിയാൻ പറ്റും? ഇഫ് ഐ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ കാണപ്പെടും? തടിപ്പ്. വെരി ഗുഡ്. ദെൻ പിന്നെ എന്തോ സർ? വെയിറ്റ് ലോസ്. ആ, വെയിറ്റ് ലോസ് പറയാം. പിന്നെ നിപ്പിളിൽ നിന്നൊരു വാട്ടറി ഡിസ്ചാർജ് ഉണ്ടാവും. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മള് ഇതൊക്കെ ഇനി നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, കണ്ടോ? മുമ്പ് ബ്രസ്റ്റില് ഒരു മുഴ കാണപ്പെടാം. ബ്രസ്റ്റില് അത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കണ്ടോ ആ ഒരു ബ്രസ്റ്റില് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഒരു മുഴ പോലെ കാണാം. അതുപോലെ ആക്സില എന്ന് പറഞ്ഞാൽ കക്ഷത്തില്ലേ, കക്ഷത്തിന്റെ ഉള്ളിൽ ചിലപ്പോ ഒരു മുഴ പോലെ നമുക്ക് തോന്നാം. അതുപോലെ കോളാർ ബോൺ, ഇവിടെ ഒരു ബോൺ കണ്ടോ? ഇതേ കണ്ടോ ഈ ബോൺ? കോളാർ ബോണിന്റെ അടുത്തായിട്ട് ഈ ഒരു ബോൺ കാണുന്നുണ്ടോ എല്ലാരും? നോ? കോളാർ ബോൺ കോളാർ ബോണിന്റെ ആ ഭാഗത്തായിട്ട് കാണാം. ആക്സില്ലയിൽ കാണാം, കക്ഷത്തിന്റെ ആ ഉള്ളില്, അല്ലെങ്കിൽ അതിന്റെ ആ പക്ഷക്കൊഴിയുടെ അവിടെ, ബ്രസ്റ്റിൽ, ഇവിടെ എവിടെ വേണമെങ്കിലും ഒരു ചെറിയ തടുപ്പോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വി മേ സസ്പെക്ട് ടു ബി എ ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ
നമ്മുടെ സ്ഥലങ്ങളിലെ വലിപ്പ വ്യത്യാസം കണ്ടോ? നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ, ഒരു സ്ഥലം ചെറുതും ഒരു സ്ഥലം വലുതായിട്ട് കാണുന്നുണ്ടോ? നോട്ട് സെയിം. യെസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മള് വുമൻസ് 30+ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ വെരി മാൻഡേറ്ററി, നമ്മളത് ചെയ്തിരിക്കണം. അപ്പൊ ഒരു മിററിൽ പോയി നിൽക്കുക, ജസ്റ്റ് ഒബ്സർവ് യുവർ ബ്രസ്റ്റ്, ഇസ് ഇറ്റ് എനി ചേഞ്ച് ഇൻ ദ ഡിഫറൻസ് ഓർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, നമ്മൾ ആ ഒരു സൈസ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ? someone has told me here discharge. കണ്ടോ? can you see that? ആ ഒരു ഡിസ്ചാർജ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു റെഡ് കളർ നമ്മുടെ നിപ്പിൽ നിന്ന് ഒരു അൺയൂഷ്വൽ ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സിംറ്റംസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ദെൻ കണ്ടോ ആ ഒരു ബ്രസ്റ്റ് കളർ ചേഞ്ച് കണ്ടോ? ചുറ്റിനും ഒരു റെഡ് കളറ്, ഇപ്പുറത്ത് ഒരു കട്ടി അല്ലെങ്കിൽ ഒരു നീര് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാതെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? ഒരു ചുറ്റിനും ഒരു കളറ്. അതുപോലെ തന്നെ നമ്മുടെ നിപ്പിള്, അപ്പൊ ഈ മുലക്കണ്ണിയില്ലേ, മുലക്കണ്ണി കുറച്ചുള്ളിലോട്ട് വരും, നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയുന്നത്. നിപ്പിൾ റിട്രാക്ഷൻ കണ്ടോ? ഈ പിക്ചർ ക്ലിയർ ആയിരിക്കും. കണ്ടോ? ഇത് നിപ്പിൾ ഉള്ളിലോട്ട് വലിയ നിപ്പിൾ റിട്രാക്ഷൻ. ഇതും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു സിംറ്റം ആണ്. ഇനി ബ്രസ്റ്റ് എക്സാമിനേഷൻ, സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ്. 3 ഫിംഗർ ഒരു മിററിൽ നോക്കുക, പതുക്കെ 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 ടാപ്പ് ചെയ്ത് സർക്കുലർ മോഷനിൽ നമ്മള് ഇത് എക്സാമിൻ ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് നമ്മൾ കൈ തലയുടെ മേളിൽ വെച്ചിട്ട് മിറർ നോക്കിയിട്ട് പതുക്കെ 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 നമ്മൾ എക്സാമിൻ ചെയ്യുക. റേഡിയൽ ആയിട്ട് സർക്കുലർ മോഷനിൽ പതുക്കെ. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ തടുപ്പോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എപ്പോഴും ഒരു എക്സാമിനേഷൻ എപ്പോഴും എടുക്കുന്നത് എയർലി നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറൽ എക്സാമിനേഷൻ ഒരു ഡോക്ടർക്ക് അത് ഈസി ആയിട്ട് കുറച്ചും കൂടി എക്സാമിൻ ചെയ്യാൻ പറ്റും. ഒരു ലേഡി ഡോക്ടറെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ വിൽ എക്സാമിൻ പ്രോപ്പർലി ടു ഡിറ്റക്ട് വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വേർ ഇറ്റ് ഈസ്. ഓക്കെ. പിന്നെ മാമോഗ്രാം ടെസ്റ്റ്, ഒരു 40+ ഉള്ള ആൾക്കാർക്ക് നമ്മൾ മാമോഗ്രാം ടെസ്റ്റ് ഇടയ്ക്കൊന്ന് ചെയ്യാൻ പറയാറുണ്ട്. എസ്പെഷ്യലി ദേ ഹാവ് ഫാമിലീസ്, എല്ലാ ആൾക്കാർക്കും ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു ട്യൂമർ അല്ലെങ്കിൽ തടുപ്പ് അവിടെ കാണുകയാണെങ്കിൽ വി ക്യാൻ ഡു ദ ബയോപ്സി. അത് കുത്തിയെടുത്തിട്ട് ആസ്പിരേഷൻ എന്ന് പറയും, നമ്മളത് കുത്തിയെടുത്തിട്ട് നമ്മളത് ബയോപ്സിക്ക് അയക്കും. അപ്പൊ അവിടുന്ന് റിപ്പോർട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന്. മെയിൻലി ബിനൈൻ ആയിരിക്കും, വലിയ പ്രശ്നമില്ലാത്ത ക്യാൻസേഴ്സ് ആണ് പൊതുവെ ഉണ്ടാവുന്നത് ബ്രസ്റ്റിന്. പക്ഷെ അല്ലാത്ത രീതിയിലുള്ള ക്യാൻസർ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറയുന്നത്. എന്തോ ഒരു സംശയം ചോദിച്ചോട്ടെ? മേലെ കൈ പൊക്കി വെച്ച് നമ്മൾ സർക്കുലർ മോഷനിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോ അവിടെ ചെറിയ ലംസ് ഉണ്ടെങ്കിൽ ആ ലംസ് ഇളകി കളിക്കുന്നതോ അല്ലെങ്കിൽ കട്ടിയുള്ളതോ ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കൂടുതൽ ചാൻസ്? അത് നമ്മള് കുറച്ച് കട്ടി ഉണ്ടാവും ഇതിന്. ഈ ബിനൈൻ ട്യൂമേഴ്സിന് ചെറിയൊരു കട്ടി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്ത് വളരാൻ വേണ്ടിയിട്ടോ ഒന്നും വെയിറ്റ് ചെയ്യാതെ വേഗം ഒരു ഡോക്ടറിനെ കാണിച്ച് അത് എന്ത് ക്യാൻസർ ആണെന്നോ എവിടെയാണ് എങ്ങനെയാണെന്ന് വേഗം ഡിറ്റക്ട് ചെയ്യുന്നതാണ് നല്ലത്. The thing is that നമ്മൾ എല്ലാ മന്ത്ലി വൺസ് we should do the diagnosis. നമ്മൾ എപ്പോഴും ഒരു it takes only literally 5 minutes. ഒരു 5 minutes എടുത്തിട്ട് മാത്രം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ചോദിച്ചതുപോലെ തന്നെ എന്ത് രീതിയിലുള്ള തടുപ്പ്. ഇവൻ യൂഷ്വലി റെക്കമെൻഡഡ് കുറച്ച് കട്ടിയുള്ള ട്യൂമേഴ്സ് ആയിരിക്കും പൊതുവെ ഉണ്ടാവുന്നത്. പക്ഷെ ഈവൻ കട്ടിയല്ല എങ്കിൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു ജനറൽ പബ്ലിക്കിന് അത് ചിലപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ മാം. അപ്പോ മെയിൻറ്റെയിൻ
മെയിൻറ്റെയിൻ ഹെൽത്തി ബോഡി വെയിറ്റ്. എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് എപ്പോഴും BMI നോർമൽ ആയിട്ട് പോവുക. ബ്രസ്റ്റ് ഫീഡിങ് ഒരു കുട്ടികൾക്ക് മുലയൂട്ടുക, പറ്റുന്ന പോലെ 2 വയസ്സെങ്കിലും വരെ മാക്സിമം മുലയൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതൊന്ന് റീക്യാപ്പ് ചെയ്യാവോ? ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് പ്ലീസ്? ടൈമായി എന്ന് പറയോ? ഞാൻ പറഞ്ഞ ഒന്നും ഓർക്കണില്ലേ ആരും? കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? അതെ. ആ പറഞ്ഞോളൂ, എന്തൊക്കെയാ ഞാൻ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഇന്ന്? ഫൈബ്രോയിഡിനെ പറ്റി പറഞ്ഞു, ഞാൻ അപ്പോഴാ കയറിയത്. ഓക്കെ. പിന്നെ ബ്രസ്റ്റ് പിന്നെ ക്യാൻസറിനെ പറ്റി പറഞ്ഞു. പിന്നെ മെനോപോസ്. ഓക്കെ. പിന്നെ PCOD. ഓക്കെ. മാം ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കിട്ടുമോ? റെക്കോർഡഡ് വേർഷൻ ഐ തിങ്ക് ഇറ്റ്സ് റെക്കോർഡിംഗ്. ഓക്കെ. റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ബീൻ റെക്കോർഡഡ്. ഓക്കെ, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? വിൻബിൾ അക്കാഡമിയുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോ പിന്നെ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്ത റീക്യാപ്സ്. പിന്നെ പൊതുവെ നമ്മൾ പറയാനുള്ളത്, അമ്മമാരായിരിക്കും കുട്ടികൾക്ക് എപ്പോഴും വഴികാട്ടി. ഓക്കെ. അപ്പൊ നമ്മള് ചൈൽഡ് സീസ് എന്താണ് അവർ കാണുന്നതാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അവരെന്താണോ കാണുന്നത് അതാണ് അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഈറ്റ് ഹെൽത്തി, ദേ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ഹെൽത്തി. നമ്മളല്ലാണ്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ അവരും മാം ഇതില് ഞാനൊരു കാര്യം ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മള് ബ്രസ്റ്റ് ക്യാൻസറില് നമ്മൾ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞതില് നമ്മളെ ഡയറ്റിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ റുട്ടീനായിട്ട് കഴിക്കുന്നേ. എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് വന്നു, അയാള് കണ്ടിന്യൂസ് ആയിട്ട് ഈ ജങ്ക് ഫുഡും പിന്നെ പോരാത്തതിന് സോൾട്ടി ഫിഷ് ഉണ്ടല്ലോ, അത് വല്ലാതെ യൂസ് ചെയ്യായിരുന്നു. അതായിരുന്നു അവർക്ക് കാരണം പറഞ്ഞത്. നമ്മുടെ ക്യാൻസേഴ്സിന്റെ റീസൺസ് നമുക്ക് ഒരു ഫുള്ളായിട്ട് നമുക്ക് ഇന്നത് കൊണ്ടാണ് അയാൾക്ക് അത് ക്യാൻസർ വന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് മേ നമുക്കൊരു ശരിക്കും ഇതിന്റെ കോസ് എന്ന് പറഞ്ഞാൽ ഇഡിയോപ്പതിക് എന്ന് പറയും. നമുക്ക് അറിയില്ല. നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഒന്നുമില്ലാതെ കീപ്പ് ഓൺ റേഡിയേഷൻ. നമ്മുടെ ഈ ഹോസ്പിറ്റൽസിൽ റേഡിയേഷൻ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചാൻസസ് കൂടുതലായിരിക്കാം. എന്തെങ്കിലും ഏത് ഫാക്ടറാണ് നമ്മളെ ട്രിഗർ ചെയ്ത് നമുക്ക് ഇത് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദീസ് ആർ ദ പോസിബിലിറ്റീസ്. അപ്പൊ നമുക്ക് മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡ്, സാധാരണ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിനോട് നല്ല ഹെൽത്തി റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിത് ക്യാൻസർ വന്നിട്ട് കഴിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. വരുന്നതിന് മുന്നേ നമുക്ക് കഴിക്കാം, നമ്മുടെ ബോഡീനെ ഫിറ്റ് ആക്കാം. പിന്നെ വന്നിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഈ ജങ്ക് ഫുഡ്സ് ഇതൊക്കെ കഴിക്കുന്നവർക്ക് ഈ ക്യാൻസർ മാത്രമല്ല, ഇത് കൂടാതെ പല പല രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, താങ്ക് യു. ഒരമ്മ ജങ്ക് ഫുഡ്സ് കഴിക്കുകയാണ്. വാട്ട് ദി കിഡ്സ് ആർ സീയിങ്, ഈവൻ ദേ വിൽ ഡു ദ സെയിം തിങ്. ഓക്കെ, നമ്മള് നമ്മുടെ കുട്ടികളെയും കൂടിയാണ് നശിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ഇരിക്കാൻ നോക്കുക. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ ഓൾ ആസ്പെക്ട്. നമ്മൾ ഇമോഷണലി മെന്റലി ഒക്കെ ഹാപ്പി ആക്കുക. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഹാപ്പി ആക്കാൻ പറ്റും. ഇഫ് വി ആർ സാഡ്, നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ സാഡ് ആക്കാൻ പറ്റും. ഹസ്ബൻഡിനോടാണെങ്കിൽ എല്ലാവരോടും ദേഷ്യപ്പെടുക, മൂഡ് സ്വിങ്സ് വരിക, ദിസ് നോട്ട് ഇവൻ അവരുടെ ഡെവലപ്മെന്റിനെ കൂടി അഫക്ട് ചെയ്യുക. അപ്പൊ മാക്സിമം നമ്മൾ കണ്ടോ, സി ദ കിഡ് ഈസ് മദർ ഈസ് ഡൂയിങ് എക്സസൈസ് ആൻഡ് ദ കിഡ് ഈസ് ഇമിറ്റേറ്റിംഗ്. അതാണ് നടക്കുന്നത്. നമ്മുടെ കുട്ടികൾ വേറെ ആരെയും കണ്ടല്ല പഠിക്കുന്നത്. അവർ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ദേ ആർ സീയിങ്, ദേ ആർ റെക്കോർഡിങ് ആൻഡ് ദേ ആർ ഡൂയിങ്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റോറി പറയാം. ഒരു കുളത്തില് ഒരു തവള ഉണ്ടായിരുന്നു. തവളയുടെ പേരായിരുന്നു മണിയൻ തവള. അപ്പൊ ഈ തവള ഭയങ്കര വർത്തമാനക്കാരനായിരുന്നു. പുള്ളി ഇങ്ങനെ വർത്താനം പറഞ്ഞ് അപ്പൊ അപ്പുറത്തെ കുളത്തിലെ തവളകളും മീനുകളും ഒക്കെ വരും ഈ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു പരുന്ത് വന്നിട്ട് ഈ കഥകൾ കേട്ടു തുടങ്ങി, ഈ തവളയുടെ കഥ. അപ്പോ
കേട്ടപ്പോഴത്തേക്കും പരുന്തിന് ആ ഫസ്റ്റ് ഡേ കേട്ടപ്പോ ഓക്കെ ഇറ്റ്സ് ഗുഡ് തോന്നി. സെക്കൻഡ് ഡേ കേട്ടപ്പോ കുഴപ്പമില്ല എന്ന് തോന്നി. തേർഡ് ഡേ കേട്ടപ്പോ പരുന്തിന് ബോറടിച്ചു തുടങ്ങി. അപ്പൊ പരുന്ത് എന്ത് ചെയ്തു എന്നറിയോ? തവളേനെ എടുത്തിട്ട് പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. നമ്മള് എന്തൊക്കെ തൃശ്ശൂർ പൂരം കാണിച്ചു കൊടുത്തു, എയർപോർട്ട് കാണിച്ചു കൊടുത്തു, ബുർജ് ഖലീഫ കാണിച്ചു കൊടുത്തു, അങ്ങനെ പല പല സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ സെയിം കുളത്തിൽ കൊണ്ടിരുത്തി. ദെൻ ഈ തവള എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ കഥകൾ പറയാൻ തുടങ്ങി. അപ്പൊ അവർക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ആയി. ഇത് തന്നെയാണ് നമ്മളിൽ നടക്കുന്നത്. നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ചെയ്യുന്നത് തന്നെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാൻ പാടില്ല. ആസ് എ പാരന്റ് എന്ന രീതിയിൽ പാരന്റിങ്ങിന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നോളജ് കൂട്ടുക. നമ്മുടെ നോളജ് കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പുതിയ കാര്യങ്ങളാവും. ഈവൻ ദേ വിൽ സ്റ്റാർട്ട് റെസ്പെക്ടിങ് എസ്. നമുക്ക് പുതിയ എന്റെ അമ്മയ്ക്ക് ഇതറിയാം. എല്ലാ പാരന്റ്സിനും അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനമ്മമാര് ഭയങ്കര ഗ്രേറ്റ് ആയിരിക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും ലേൺ ചെയ്യാൻ ശ്രമിക്കുക. എ വെരി ഹാപ്പി വുമൻസ് ഡേ ടു എവ്രിവൺ. Always eat less from the box and more from the earth. Okay. Good diet is always a bank account. Good food choices are good investments. Thank you. Thank you, ma'am. It was a very interesting session. Thank you. താങ്ക് യു മാം. ഞാൻ Thank you, ma'am. പറഞ്ഞത് മിസ്സായിരുന്നേ. ഈ ലംസ് വരുന്നത് മൂവബിൾ ആണോ അതോ ഹാർഡായിട്ടുള്ളതാണോ? എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ക്ലിയർ ആയില്ല. ബ്രസ്റ്റിൽ വരുന്ന ലംസേ അത് മൂവബിൾ ആണോ അതോ ഹാർഡായിട്ടുള്ളതാണോ? ഏതാണ് നമ്മള് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? സാധാരണ ചെറിയ രീതിയിൽ ഒരു മൂവബിൾ ആയിരിക്കും നമ്മൾ തൊട്ട് നോക്കുമ്പോ. ഇനി വേറെ ടൈപ്പ് ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ മൂവബിളും അല്ലായിരിക്കും. ദാറ്റ് ഡിപ്പെൻസ്. സി അതാണ് പറഞ്ഞത്, ഒരു കോമൺ ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് ഡയഗ്നോസിസ് ഡിഫിക്കൾട്ട്. നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മളൊരു ഫിസിഷ്യനെ കൊണ്ട് കാണിച്ച് വാട്ട് ഇറ്റ് ഈസ് എന്ന് ഡയഗ്നോസ് ചെയ്യാം. ഓക്കെ മാം. മാഡം നല്ലൊരു സെഷൻ Thank ആയിരുന്നു, you. വളരെ ഇൻട്രസ്റ്റീവ് ആയിരുന്നു. മാഡത്തിന്റെ ക്ലാസ് എടുക്കുന്ന രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ട് അതുപോലെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരുന്നത്. താങ്ക് യു. Okay, thank you. Thank you, Faisal sir. Thank you very much, madam. It was very interesting and very explainable. Very well, you have explained the class. Thank you. ഞാൻ ലീവ് ചെയ്തോട്ടെ? Okay. താങ്ക് യു.